സ്റ്റഡി ടൈം ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സൗണ്ട് വേവ്സ് എന്ന് പറയുന്ന ചാപ്റ്ററാണ് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ലാസ്റ്റ് പാർട്ടാണ് ഇന്നത്തെ വീഡിയോ. നെക്സ്റ്റ് നോക്കാനുള്ളത് റീവർബറേഷൻ ആണ്. ഈവൻ ഇഫ് എ സ്മോൾ സൗണ്ട് ഈസ് പ്രൊഡ്യൂസ്ഡ് ഇൻസൈഡ് ദ വിസ്പറിംഗ് ഗാലറി ഓഫ് ഗോൾ ഗുംബസ് ഇൻ ബീജാപൂർ, കർണാടക, ഇറ്റ് ക്യാൻ ബി ഹേർഡ് റിപ്പീറ്റഡ്ലി ത്രൂ ഔട്ട് ദ ഗാലറി. ദിസ് ഈസ് ഡ്യൂ ടു ദ ബൂം കോസ്ഡ് ബൈ ദി മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ ഓഫ് സൗണ്ട് വേവ്സ് ഓൺ ദി സ്പെരിക്കൽ വാൾസ്. അതായത് ഇവിടെ പറഞ്ഞിരിക്കുന്നത് കർണാടകയിലുള്ള ബീജാപൂരിലെ ഗോൾ ഗുംബസ് എന്ന് പറയുന്ന ഒരു വിസ്പറിംഗ് ഗാലറിക്കുള്ളിൽ ഒരു ചെറിയ ശബ്ദം ഉണ്ടാക്കുകയാണെങ്കിൽ പോലും അത് ആ ഗാലറിക്കുള്ളിൽ മുഴുവനായിട്ട് ഇങ്ങനെ ആവർത്തിച്ച് കേൾക്കാൻ വേണ്ടി സാധിക്കുന്നു. അതിന് കാരണം എന്താണെന്ന് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഈ ഒരു വിസ്പറിംഗ് ഗാലറിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ചുമരുകൾ ഗോളാകൃതിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ചെറിയൊരു ശബ്ദം ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ സൗണ്ട് വേവ്സ് ഈ ഗോളാകൃതിയിലുള്ള ചുമരിൽ തട്ടിയിട്ട് മൾട്ടിപ്പിൾ റിഫ്ലക്ഷന് വിധേയമാകുന്നത് മൂലം ഒരു മുഴക്കമുണ്ടാവും. അതാണ് ഈ ശബ്ദം ആവർത്തിച്ച് കേൾക്കാനുള്ള കാരണം. റീവർബറേഷൻ്റെ ഡെഫിനിഷൻ നോക്കാം. റീവർബറേഷൻ ഈസ് ദ ലിങ്കറിംഗ് ഓഫ് സൗണ്ട് ഈവൻ ആഫ്റ്റർ ദ ഒറിജിനൽ സൗണ്ട് ഹാസ് സീസ്ഡ്. ഇറ്റ് ഈസ് ഡ്യൂ ടു ദി മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ ഓഫ് സൗണ്ട് ആൻഡ് ദ ബൂം ഫേഡ്സ് അവേ ഗ്രാജുവലി. അപ്പോൾ ഇവിടെ റീവർബറേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ശബ്ദം ഉണ്ടായതിന് ശേഷം ആ ശബ്ദത്തിന് ഒരു മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ ഉണ്ടാവുകയാണെങ്കിൽ അതൊരു മുഴക്കം ഉണ്ടാവും. ആ ഒരു മുഴക്കം എന്ന് പറയുന്നത് അങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വരുന്ന ആ ഒരു മുഴക്കത്തെ പറയുന്നതാണ് റീവർബറേഷൻ എന്ന് പറയുന്നത്. ഒന്നും കൂടി ചുരുക്കി പറയുകയാണെന്നുണ്ടെങ്കിൽ മൾട്ടിപ്പിൾ റിഫ്ലക്ഷന് ശേഷം ഉണ്ടാകുന്ന കുറഞ്ഞു വരുന്ന മുഴക്കത്തെ പറയുന്നതാണ് റീവർബറേഷൻ എന്ന് പറയുന്നത്. മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം. താഴെ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, അതും കൂടി ഒന്ന് നോക്കാം. വൈ ആർ ദ വാൾസ് ഓഫ് എ ലാർജ് ഹാൾസ് ലൈക്ക് സിനിമ തിയേറ്റർ മെയ്ഡ് റഫ്? സിനിമ തിയേറ്റർ പോലുള്ള വലിയ ഹാളുകളുടെ ചുമരുകൾ പരുക്കനാക്കി നിർമ്മിച്ചിരിക്കുന്നത് എന്തിനാണെന്ന്. അപ്പോൾ ഇതിൻ്റെ ആൻസർ പറയാം. വലിയ ഹാളുകളുടെയൊക്കെ ചുമരുകൾ റഫായി നിർമ്മിക്കാനുള്ള കാരണം എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ മൂലമുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ നമുക്ക് പറയാം റീവർബറേഷൻ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറയാം. ഇൻ ഓർഡർ ടു അവോയ്ഡ് ദ ഇൻകൺവീനിയൻസസ് കോസ്ഡ് ബൈ ദ മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ ഓഫ് സൗണ്ട്. തന്നിരിക്കുന്ന ചിത്രത്തിൽ നിന്നും മനുഷ്യന് കേൾക്കാൻ സാധിക്കുന്ന ശബ്ദത്തിൻ്റെ ഫ്രീക്വൻസി ചെക്ക് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ 20 ഹെഡ്സും 20,000 ഹെഡ്സും തന്നിട്ടുണ്ട്. 20 ഹെഡ്സിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക് കൊടുത്തേക്കുന്നത് ഇൻഫ്രാസോണിക് എന്നും 20,000 ഹെഡ്സിൻ്റെ റൈറ്റിലേക്ക് കൊടുത്തിരിക്കുന്നത് അൾട്രാസോണിക് എന്നാണ് അല്ലേ. അതിൻ്റെ നടുവിൽ വന്നിരിക്കുന്ന ഭാഗമാണ് ഓഡിബിൾ ടു ഹ്യൂമൻസ് എന്ന് പറയുന്നത്. അതായത് 20 ഹെഡ്സിനും 20,000 ഹെഡ്സിനും ഇടയിലുള്ള ശബ്ദമാണ് മനുഷ്യന് കേൾക്കാൻ സാധിക്കുന്നത്. 20 ഹെഡ്സിന് താഴെയുള്ള ശബ്ദത്തെയാണ് ഇൻഫ്രാസോണിക് എന്ന് പറയുന്നത്. 20,000 ഹെഡ്സിന് മുകളിലേക്ക് വരുന്ന ശബ്ദത്തെയാണ് പറയുന്നത് അൾട്രാസോണിക് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ. അപ്പോൾ നമുക്കിതിന് തുടർന്നുള്ള ഭാഗം നമുക്ക് നോക്കാം. The frequency of sound produced in a Galton whistle used for training dogs is about 30,000 Hz. നായകളെ പരിശീലിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന വിസിലിനെ പറയുന്നതാണ് ഗാൾട്ടൺ വിസിൽ എന്ന് പറയുന്നത്. അതിൽ നിന്ന് പുറപ്പെടുന്ന ശബ്ദത്തിൻ്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് 30,000 ഹെഡ്സ് ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, ക്യാൻ ഹ്യൂമൻസ് ഹിയർ ദ സൗണ്ട് ഓഫ് എ ഗാൾട്ടൺ വിസിൽ? അതായത് മനുഷ്യന് ഗാൾട്ടൺ വിസിലിൻ്റെ ശബ്ദം കേൾക്കാൻ സാധിക്കുമോ എന്ന്. അതിൻ്റെ ആൻസർ അവിടെ താഴെ കൊടുത്തിരിക്കുന്നത്. There are high and low frequency sounds in nature. അതായത് പ്രകൃതിയിൽ ഫ്രീക്വൻസി കൂടിയതും കുറഞ്ഞതുമായിട്ടുള്ള ശബ്ദങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ടെന്ന്. ബട്ട് ഹ്യൂമൻസ് cannot hear the sound of all frequencies. പക്ഷേ മനുഷ്യന് എല്ലാ ഫ്രീക്വൻസിയിലുള്ള ശബ്ദവും കേൾക്കാൻ സാധ്യമല്ല എന്ന്. That is, there is a limit to range of frequency of sounds that humans can hear. അതായത് മനുഷ്യന് കേൾക്കാൻ സാധിക്കുന്ന ശബ്ദത്തിന് ഒരു ഫ്രീക്വൻസിക്ക് ഒരു ലിമിറ്റ് ഉണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. For a person with normal hearing, the lower limit of audible sound is about 20 Hz and the upper limit is about 20,000 Hz. അപ്പോൾ മനുഷ്യന് കേൾക്കാൻ സാധിക്കുന്ന ആ ശബ്ദത്തിൻ്റെ ആ ഒരു ലിമിറ്റ് എന്ന് പറയുന്നത് 20 ഹെഡ്സിനും 20,000 ഹെഡ്സിനും ഇടയിലുള്ള ശബ്ദങ്ങളാണ്. സൗണ്ട് വിത്ത് ഫ്രീക്വൻസി ബിലോ 20 ഹെഡ്സ് ഈസ് ഇൻഫ്രാസോണിക്. സൗണ്ട് വിത്ത് ഫ്രീക്വൻസി മോർ ദാൻ 20,000 ഹെഡ്സ് ഈസ് അൾട്രാസോണിക്. അപ്പോൾ 20 ഹെഡ്സിന് താഴെയുള്ള ശബ്ദങ്ങളെ ഇൻഫ്രാസോണിക് എന്നും 20,000 ഹെഡ്സിന് മുകളിലേക്ക് വരുന്ന ശബ്ദങ്ങളെ അൾട്രാസോണിക് ശബ്ദങ്ങൾ എന്നാണ് പറയുന്നത്. അപ്പോൾ ഗാൾട്ടൺ വിസിലിൻ്റെ ശബ്ദം മനുഷ്യന് ഒരിക്കലും കേൾക്കാൻ വേണ്ടി സാധിക്കില്ല. കാരണം ഗാൾട്ടൺ വിസിലിൽ നിന്ന് വരുന്ന ശബ്ദത്തിൻ്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് 30,000 ഹെഡ്സ് ആണെന്ന് പറഞ്ഞിരിക്കുന്നത് അല്ലേ. മനുഷ്യന് കേൾക്കാൻ സാധിക്കുന്നതോ 20 ഹെഡ്സിനും 20,000 ഹെഡ്സിനും ഇടയിലുള്ളതാണ്. അപ്പോൾ ഒരിക്കലും നമുക്ക് ഗാൾട്ടൺ വിസിലിൻ്റെ ശബ്ദം കേൾക്കാൻ സാധിക്കില്ല. Using ultrasonic sound, bats can travel smoothly and catch prey easily even in the dark. Ultrasonic waves are used in many situations. വവ്വാലുകൾ അൾട്രാസോണിക് സൗണ്ട് പ്രയോജനപ്പെടുത്തിയിട്ടാണ് അതിൻ്റെ ഇരയെ പിടിക്കുന്നത്. അതായത് അവ അൾട്രാസോണിക് ശബ്ദം പുറപ്പെടുവിക്കുമ്പോൾ ആ ശബ്ദം അതിൻ്റെ വഴിയിൽ വല്ല തടസ്സങ്ങളോ അതിൻ്റെ ഇരയോ മുന്നിലുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ തട്ടി തിരിച്ചു വരും. അങ്ങനെയാണ് അവർ അത് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. അപ്പോൾ അൾട്രാസോണിക് വേവ്സ് യൂസ് ചെയ്യുന്ന ഒരുപാട് സിറ്റുവേഷൻസ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൂടി നമുക്ക് നോക്കാം.
യൂസസ് ഓഫ് അൾട്രാസോണിക് വേവ്സ് എക്സാമിന് ചോദിക്കാറുണ്ട് കേട്ടോ. അത് യൂസസ് ഓഫ് അൾട്രാസോണിക് വേവ്സ് ഇൻ ദ മെഡിക്കൽ ഫീൽഡ് അൾട്രാസോണിക് വേവ്സ് ആർ യൂസ്ഡ് ഫോർ ഡയഗ്നോസിസ് ആൻഡ് ട്രീറ്റ്മെൻറ്റ്. അതായത് മെഡിക്കൽ ഫീൽഡിൽ രോഗങ്ങൾ നിർണ്ണയിക്കുന്നതിനും അതായത് രോഗങ്ങളെ തിരിച്ചറിയുന്നതിനും പിന്നെ അതിൻ്റെ ചികിത്സയ്ക്കും വേണ്ടിയിട്ട് അൾട്രാസോണിക് തരംഗങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ എങ്ങനെയൊക്കെയാണെന്ന് നോക്കാതെ ടു ക്രഷ് സ്മോൾ സ്റ്റോൺസ് ഇൻ ദ കിഡ്നീസ്, കിഡ്നിയിലുള്ള ചെറിയ കല്ലുകളൊക്കെ പൊടിച്ചു കളയാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇൻ ഫിസിയോതെറാപ്പിയിലൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. ടു ടേക്ക് ഇമേജസ് ഓഫ് ഇൻറ്റേർണൽ ഓർഗൻസ് സച്ച് ആസ് കിഡ്നി, ലിവർ, ഗോൾ ബ്ലാഡർ ആൻഡ് യൂട്രസ്. വൃക്ക, കരൾ, പിത്തസഞ്ചി അതുപോലെ തന്നെ യൂട്രസ് തുടങ്ങിയ ഇൻറ്റേർണൽ ഓർഗൻസിൻ്റെ ഇമേജസ് ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കുന്നു. അതെങ്ങനെയാണെന്നാണ് ഇവിടെ താഴെ പാരഗ്രാഫിൽ പറഞ്ഞിരിക്കുന്നത്. അൾട്രാസോണിക് വേവ്സ് ദാറ്റ് ട്രാവൽ ത്രൂ ബോഡി ടിഷ്യൂ സ്ട്രൈക്ക് ആൻഡ് റിഫ്ലക്റ്റ് അറ്റ് ഏരിയ ഓഫ് വേരിയിങ് ഡെൻസിറ്റി ഇൻ ദ ടിഷ്യൂസ്. അതായത് അൾട്രാസോണിക് വേവ്സ് നമ്മുടെ ശരീരത്തിലുള്ള ടിഷ്യൂയിലൂടെ സഞ്ചരിച്ചതിന് ശേഷം ഈ ഡെൻസിറ്റിയിൽ വേരിയേഷൻ വരുന്ന ഭാഗങ്ങളിൽ തട്ടിയിട്ട് റിഫ്ലക്റ്റ് ചെയ്യുന്നു. ഈ വേവ്സിനെ ഇലക്ട്രിക്കൽ സിഗ്നലാക്കി മാറ്റിയതിന് ശേഷം ഓർഗൻസിൻ്റെ ഒക്കെ ചിത്രമെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ടെക്നിക്കിനെ പറയുന്നതാണ് അൾട്രാസോണോഗ്രഫി എന്ന് പറയുന്നത് കേട്ടോ. ഇനി ഈ വേവ്സിൻ്റെ അടുത്ത യൂസാണ് പറഞ്ഞിരിക്കുന്നത് ഫോർ ക്ലീനിങ് സ്പൈറൽ ട്യൂബ്സ്, ഇറഗുലർ മെഷീൻ പാർട്സ്, ഇലക്ട്രോണിക് കമ്പോണൻസ് എക്സെട്ര. ഇവിടെ ചിത്രത്തിൽ തന്നിരിക്കുന്ന പോലുള്ള ആ ഒരു ട്യൂബുകളൊക്കെ അതുപോലുള്ള ട്യൂബുകളൊക്കെ ക്ലീൻ ചെയ്യുന്നതിനൊക്കെ വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്യുന്നു. നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത് ഇൻ ദ ഡിവൈസ് കോൾഡ് സോണാർ വിച്ച് ഈസ് യൂസ്ഡ് ടു ഫൈൻഡ് ദ ഡിസ്റ്റൻസ് ടു ദ അണ്ടർ വാട്ടർ ഒബ്ജക്ട്സ്. സോണാർ എന്ന് പറയുന്ന ഉപകരണം സാധാരണയായിട്ട് ഉപയോഗിക്കുന്നത് ജലത്തിനടിയിലുള്ള വസ്തുക്കളുടെ അകലം കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ സോണാർ എന്ന് പറയുന്ന ഉപകരണങ്ങളിലും ഇത് ഉപയോഗിക്കുന്നുണ്ട് എന്ന്. അടുത്തൊരു പ്രോബ്ലമാണ്, അതൊന്ന് നോക്കാം. ഇഫ് ആൻ അൾട്രാസോണിക് വേവ് എമിറ്റഡ് ബൈ എ ട്രാൻസ്മിറ്റർ ഇൻസ്റ്റാൾഡ് ഓൺ എ ഷിപ്പ് ഓൺ ദ സർഫസ് ഓഫ് ദ വാട്ടർ. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ജലത്തിൻ്റെ ഉപരിതലത്തിലുള്ള ഒരു കപ്പലിലെ സോണാറിൻ്റെ ട്രാൻസ്മിറ്ററിൽ നിന്ന് പുറപ്പെടുന്ന അൾട്രാസോണിക് തരംഗം സ്ട്രൈക്ക് എ റോക്ക് അറ്റ് എ ബോട്ടം ഓഫ് ദ സീ ആൻഡ് റിട്ടേൺസ് ആഫ്റ്റർ 0.2 സെക്കൻഡ്. അപ്പോൾ ഈ അൾട്രാസോണിക് വേവ് കടലിൻ്റെ അടിത്തട്ടിലുള്ള പാറക്കെട്ടിൽ തട്ടിയിട്ട് 0.2 സെക്കൻഡ് സമയത്തിന് ശേഷം തിരിച്ചെത്തുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വാട്ട് ദ ഡിസ്റ്റൻസ് ഫ്രം ദ ഷിപ്പ് ടു ദ റോക്ക്. അതായത് കപ്പലിൽ നിന്നും പാറക്കെട്ടിലേക്കുള്ള അകലം എത്രയാണ്. അതേപോലെ തന്നെ കൺസിഡർ ദ സ്പീഡ് ഓഫ് ദ അൾട്രാസോണിക് വേവ്സ് ഇൻ സീ വാട്ടർ ആസ് 1522 മീറ്റർ പെർ സെക്കൻഡ്. അൾട്രാസോണിക് തരംഗങ്ങളുടെ കടൽ ജലത്തിലെ സ്പീഡ് എന്ന് പറയുന്നത് 1522 മീറ്റർ പെർ സെക്കൻഡ് ആയിട്ട് കൺസിഡർ ചെയ്യാനും കൂടി പറഞ്ഞിട്ടുണ്ട്. വി തന്നിട്ടുള്ളത് 1522 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ടൈം എന്ന് പറഞ്ഞിട്ടുള്ളത് 0.2 സെക്കൻഡ് ആണ്. ഡി ആണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് അല്ലേ. അതായത് കപ്പലിൻ്റെ ട്രാൻസ്മിറ്ററിൽ നിന്നും കല്ലിലേക്കുള്ള ആ ഒരു ദൂരമാണ് കണ്ടുപിടിക്കാനുള്ളത്. ഇക്വേഷൻ വരുന്നത് വി സീക്കൽ ടു 2D/T ആണ്. ഇതിൽ നമുക്ക് 2D സീക്കൽ ടു വി ഇൻറ്റു ടി എന്ന് പറഞ്ഞ് എടുക്കാം. അപ്പോൾ ഡി സീക്കൽ ടു VT/2 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് ഡി ആണ് കണ്ടുപിടിക്കാനുള്ളത്. ഇക്വേഷനിലേക്ക് നമുക്ക് തന്നിരിക്കുന്ന വാല്യൂസ് ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. വി എന്ന് പറയുന്നത് 1522, ടി എന്ന് പറയുന്നത് 0.2, 2 അവിടെ ഓൾറെഡി ഉള്ളതാണ്. അപ്പോൾ 1522നെ 2 കൊണ്ട് ഹരിക്കുമ്പോൾ 762 കിട്ടുന്നത്. 762 ഇൻറ്റു 0.2 ഗുണിക്കുന്ന സമയത്ത് 152.2 മീറ്ററാണ് നമുക്ക് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്തത് നോക്കാനുള്ളതാണ് സീസ്മിക് വേവ്സും സുനാമിയും. ഇപ്പോൾ ഭൂകമ്പങ്ങളൊക്കെ ഉണ്ടായിട്ട് തകർന്നു പോയ ഒരു കെട്ടിടത്തിൻ്റെ പിക്ചറാണ് തന്നിരിക്കുന്നത്. ഭൂകമ്പങ്ങളൊക്കെ പലപ്പോഴും ദുരന്തങ്ങൾക്ക് കാരണമാകാറുണ്ടെന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇവിടെ സീസ്മിക് വേവ്സ് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. സീസ്മിക് വേവ്സ് ആർ ദോസ് വിച്ച് ട്രാവൽ ത്രൂ ദ എർത്ത്സ് ക്രസ്റ്റ് ആസ് എ റിസൾട്ട് ഓഫ് എർത്ത് ഹോക്സ്, വോൾക്കാനിക് ഇറപ്ഷൻസ് ആൻഡ് മാസീവ് എക്സ്പ്ലോഷൻസ്. അപ്പോൾ സീസ്മിക് വേവ്സ് എന്ന് പറയുന്നത് ഭൂകമ്പം, അഗ്നിപർവ്വത സ്ഫോടനം, വൻ സ്ഫോടനങ്ങൾ ഇവയുടെയൊക്കെ ഫലമായിട്ട് ഭൂമിയുടെ ക്രസ്റ്റിലൂടെ സഞ്ചരിക്കുന്ന വേവ്സിനെയാണ് പറയുന്നത്. സീസ്മോളജി ഈസ് ദ സ്റ്റഡി ഓഫ് സീസ്മിക് വേവ്സ്. അപ്പോൾ സീസ്മോളജി എന്ന് പറയുന്നത് സീസ്മിക് വേവ്സിനെ കുറിച്ചുള്ള പഠനത്തെ പറയുന്നതാണ് എന്ത് സീസ്മോളജി എന്ന് പറയുന്നത്. ദ ഇൻറ്റൻസിറ്റി ഓഫ് എർത്ത് ഹോക്സ് ഈസ് ഡിറ്റർമിൻഡ് ബൈ ദി റിക്ടർ സ്കെയിൽ. റിക്ടർ സ്കെയിൽ ഉപയോഗിച്ചിട്ടാണ് ഭൂകമ്പങ്ങളുടെ എല്ലാം ഇൻറ്റൻസിറ്റി അളക്കുന്നത്. ഇനി അടുത്തത് സുനാമിയെ കുറിച്ചാണ് പറയുന്നത്. എർത്ത് ഹോക്സ് ദാറ്റ് ഒക്കർ അറ്റ് ദ ബോട്ടം ഓഫ് ഓഷൻസ് ഓർ അലോങ് കോസ്റ്റൽ ഏരിയാസ് ക്യാൻ സംടൈംസ് ട്രിഗർ സുനാമി വേവ്സ്. ഇവിടെ 1.29 പിക്ചറിൽ കൊടുത്തിരിക്കുന്നതാണ് എന്താ സുനാമി വേവ്സ് എന്ന് പറഞ്ഞ് തന്നിരിക്കുന്നത് കേട്ടോ. ഇവിടെ പറഞ്ഞിരിക്കുന്നത് സമുദ്രങ്ങളുടെയൊക്കെ അടിത്തട്ടിലോ അല്ലെങ്കിൽ ഈ കോസ്റ്റൽ ഏരിയാസിലൊക്കെ ഉണ്ടാകുന്ന ഭൂകമ്പങ്ങൾ പലപ്പോഴും സുനാമി തിരകൾക്ക് കാരണമാകാറുണ്ടെന്ന്. ഇനി സുനാമി എന്ന് പറയുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സുനാമി ഈസ് എ സീരീസ് ഓഫ് ജൈൻജാൻറ്റിക് ഓഷൻ വേവ്സ് കോസ്ഡ് ബൈ ദി ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് ലാർജ് വോളിയൂംസ് ഓഫ് വാട്ടർ ഇൻ ദ സീ. അതായത് കടലിലൊക്കെ ജലത്തിന് വൻതോതിൽ സ്ഥാനചലനം സംഭവിക്കുക, അതായത് ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടാകുന്ന സമയത്ത് ഉണ്ടാകുന്ന വലിയ തിരകളെ പറയുന്നതാണ് സുനാമി എന്ന്.
ഇനി ഇവിടെ ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. വാട്ട് മെഷേഴ്സ് ക്യാൻ ബി ടേക്കൺ ടു സേഫ് ഗാർഡ് അഗെയിൻസ്റ്റ് സുനാമി, ഡിസ്കസ് ആൻഡ് മേക്ക് നോട്ട്സ്. അതായത് സുനാമിയിൽ നിന്ന് രക്ഷപ്പെടാൻ എന്തൊക്കെ മാർഗ്ഗങ്ങൾ സ്വീകരിക്കാമെന്ന് നമുക്കത് നോക്കാം. ഫസ്റ്റ് പോയിന്റ്, ഡോണ്ട് അസ്യൂം ദാറ്റ് ദ ഡേഞ്ചർ ഈസ് ഓവർ ടിൽ ദ അറൈവൽ ഓഫ് ഒഫീഷ്യൽ അനൗൺസ്മെൻറ്റ്. ഔദ്യോഗിക പ്രഖ്യാപനം വരുന്നത് വരെ അപകടം അവസാനിച്ചു എന്ന് കരുതരുത്. ലിസൺ ടു വാർണിംഗ് സിസ്റ്റം, മുന്നറിയിപ്പ് സംവിധാനങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ഇഫ് കോട്ട് ഇൻ സുനാമി ട്രൈ ടു സേവ് ബൈ ലാച്ചിങ് ഓൺ ടു ഫ്ലോട്ടിംഗ് ഒബ്ജക്ട്സ്. ഇനി എങ്ങാനും സുനാമിയിൽ അകപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പൊങ്ങിക്കിടക്കുന്ന വസ്തുക്കളിൽ പിടിച്ച് രക്ഷപ്പെടാൻ ശ്രമിക്കുക. എസ്റ്റാബ്ലിഷ് സുനാമി ഡിറ്റക്ഷൻ ആൻഡ് വാർണിംഗ് സിസ്റ്റം ടു അലേർട്ട് പീപ്പിൾ. ജനങ്ങളെ അറിയിക്കുന്നതിനായിട്ട് സുനാമി കണ്ടെത്തൽ, മുന്നറിയിപ്പ് സംവിധാനം ഇതെല്ലാം സ്ഥാപിക്കുകയാണ്. ഇതോടുകൂടി നമ്മുടെ ചാപ്റ്റർ അവസാനിച്ചു. നമുക്ക് ഇതിൻ്റെ ലെറ്റേഴ്സ് ആൻസേഴ്സ് കൂടി നോക്കാം. ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഈസ് കറക്റ്റ്? തന്നിരിക്കുന്നവയിൽ ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഏതാണ്? എ തന്നിരിക്കുന്നത് സൗണ്ട് ആൻഡ് ലൈറ്റ് ആർ ട്രാൻസ്വേഴ്സ് വേവ്സ്. ബി സൗണ്ട് ആൻഡ് ലൈറ്റ് ആർ ലോഞ്ചിറ്റ്യൂണൽ വേവ്സ്. സൗണ്ട് ഈസ് എ ലോഞ്ചിറ്റ്യൂണൽ വേവ് ആൻഡ് ലൈറ്റ് ഈസ് എ ട്രാൻസ്വേഴ്സ് വേവ്. ഡി സൗണ്ട് ഈസ് എ ട്രാൻസ്വേഴ്സ് വേവ് ആൻഡ് ലൈറ്റ് ഈസ് എ ലോഞ്ചിറ്റ്യൂണൽ വേവ്. ഇതിൻ്റെ ആൻസർ വരുന്നത് സി ആണ്. സൗണ്ട് ഈസ് എ ലോഞ്ചിറ്റ്യൂണൽ വേവ് ആൻഡ് ലൈറ്റ് ഈസ് എ ട്രാൻസ്വേഴ്സ് വേവ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ദ അപ്പർ ലിമിറ്റ് ഓഫ് ഫ്രീക്വൻസി ഓഫ് സൗണ്ട് ദാറ്റ് എ ബാറ്റ് ക്യാൻ ഹിയർ ഈസ് 120 kHz. ഇഫ് സോ, വാട്ട് ഈസ് ദ മാക്സിമം വേവ് ലെങ്ത് ഓഫ് സൗണ്ട് ഇറ്റ് ക്യാൻ ഹിയർ? കൺസിഡർ ദ സ്പീഡ് ഓഫ് സൗണ്ട് ആസ് 350 m/s. ഇവിടെ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് വവ്വാലിന് കേൾക്കാൻ കഴിയുന്ന ശബ്ദത്തിന്റെ പരമാവധി ഫ്രീക്വൻസി എന്ന് പറയുന്നത്, അതായത് അപ്പർ ലിമിറ്റ് എന്ന് പറയുന്നത് 120 kHz ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിന് മാക്സിമം എത്ര വേവ് ലെങ്ത് ഉള്ള ശബ്ദം വരെ കേൾക്കാൻ സാധിക്കും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ശബ്ദത്തിന്റെ സ്പീഡ് 350 m/s തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിന്റെ ആൻസർ ഒന്ന് ചെയ്ത് നോക്കാം. വി തന്നിട്ടുള്ളത് 350 m/s ആണ്. എഫ് തന്നിരിക്കുന്നത് 120 kHz ആണ്. അതായത് kHz എന്ന് പറയുമ്പോൾ 1000 ആണ് അല്ലേ. 120 × 1000 ഹെഡ്സ് ആണ് എഫ് എന്ന് പറയുന്നത്. നമുക്ക് ലാംഡയാണ് കണ്ടുപിടിക്കാനുള്ളത്. ഇക്വേഷൻ വരുന്നത് വി സിക്വൽ ടു എഫ് ലാംഡ. അതിൽ നിന്ന് ലാംഡ സിക്വൽ ടു വി ബൈ എഫ്. വി എന്ന് പറയുന്നത് 350ഉം എഫ് എന്ന് പറയുന്നത് 120 × 1000 ആണ് അല്ലേ. അപ്പോൾ 350 ഒരു 0യും 120 ഒരു 0യും ക്യാൻസൽ ചെയ്ത് പോകും. അപ്പോൾ നമുക്ക് 35നെ 12 കൊണ്ട് ഹരിക്കാം. അപ്പോൾ നമുക്ക് 2.9 വരും. അപ്പോൾ 2.9 ഡിവൈഡഡ് ബൈ താഴെ ഒരു 1000 അവിടെ ഓൾറെഡി അവിടെ ഉണ്ട് അല്ലേ. അപ്പോൾ നമുക്കിനി പോയിന്റ് സ്ഥാനം നീക്കിയിട്ടാൽ മതി. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 0.0029 മീറ്റർ ആണ് ലാംഡ കിട്ടുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് 3.2 m/s സ്പീഡിൽ സഞ്ചരിക്കുന്ന 2 വേവ് ഇവിടെ തന്നിട്ടുണ്ട്. അതിൻ്റെ ഫ്രീക്വൻസി, പീരീഡ്, വേവ് ലെങ്ത് ഇത് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യത്തെ വേവിൻ്റെ ഫ്രീക്വൻസിയും വേവ് ലെങ്ത്തും കണ്ടുപിടിക്കാം. തന്നിരിക്കുന്ന ചിത്രത്തിൽ നിന്നും നമുക്ക് വേവിൻ്റെ പീരീഡ് കണ്ടുപിടിക്കാം. അതായത് ഒരു വേവ് സഞ്ചരിക്കുന്ന ദൂരമാണ് അതിൻ്റെ പീരീഡ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഒരു വേവ് എന്ന് പറയുന്നത് 0 to 8 വരെയാണ് ഒരു വേവ് സഞ്ചരിക്കുന്നത്. അപ്പോൾ അതാണ് അതിൻ്റെ പീരീഡ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് T = 8 കിട്ടും. തന്നിരിക്കുന്ന ചിത്രത്തിൽ വേവ് സഞ്ചരിക്കാൻ എടുക്കുന്ന ആകെ ദൂരം എന്ന് പറയുന്നത് 24 സെക്കൻഡാണ്. അപ്പോൾ സ്മോൾ t = 24 സെക്കൻഡ് കിട്ടും. തന്നിരിക്കുന്ന പിക്ചറിൽ നിന്ന് നമുക്ക് പീരീഡ് ടി കണ്ടുപിടിക്കാം. ടി എന്ന് പറയുന്നത് 8 സെക്കൻഡാണ് അല്ലേ. എഫ് എന്ന് പറയുന്നത് ഫ്രീക്വൻസി എന്ന് പറയുന്നത് 1/t ആണ്. ഇവിടെ ടി എന്ന് പറയുന്നത് 8 ആണ്. അപ്പോൾ 1/8 ഹെഡ്സ് ആണ് ഇവിടെ ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ഇനി നമുക്ക് എഫ് കണ്ടുപിടിക്കാനുള്ള വേറൊരു ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് വേവ്സ് ബൈ ടൈം വെച്ചിട്ട് നമുക്ക് ഫ്രീക്വൻസി കണ്ടുപിടിക്കാം. അതായത് n/t. അതായത് നമ്പർ ഓഫ് വേവ്സ് എന്ന് പറയുന്നത് തന്നിരിക്കുന്ന ഫിഗറിൽ 3 എണ്ണമാണ്. ടി എന്ന് പറയുന്നത് 24 സെക്കൻഡാണ്. എഫ് = n/t എന്ന് പറയുന്ന ഇക്വേഷനിൽ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 3/24 1/8 ഹെഡ്സ് ആയിരിക്കും ഇവിടെ ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ. ഇനി ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് നമുക്ക് പീരീഡ് ടി കണ്ടുപിടിക്കാം. അതായത് 1/f. അതായത് 1/8 ആണ് എഫ് വന്നിരിക്കുന്നത് അല്ലേ. അതായത് 1 × 8/1 ദാറ്റ് ഈസ് ഈക്വൽ ടു 8 സെക്കൻഡ്. ഇനി അടുത്ത് കാണാനുള്ളത് വേവ് ലെങ്ത് ആണ്. വേവ് ലെങ്ത് ലാംഡ = v/f. വി എന്ന് പറയുന്നത് 3.2 ആണ്. എഫ് എന്ന് പറയുന്നത് 1/8 ആണ്. ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 3.2 ഡിവൈഡഡ് ബൈ 1/8 ദാറ്റ് ഈസ് ഈക്വൽ ടു 3.2 × 8 ദാറ്റ് ഈസ് ഈക്വൽ ടു 25.6 മീറ്റർ ആണ് വേവ് ലെങ്ത് വരുന്നത്. ഇനി നമുക്ക് രണ്ടാമത്തെ വേവിൻ്റെ ഇതുപോലെ കണ്ടുപിടിക്കാം. ഇവിടെ n എന്ന് പറയുന്നത് 6ഉം ടി എന്ന് പറയുന്നത് 6 സെക്കൻഡുമാണ്. അപ്പോൾ നമുക്ക് ഇനി ഫ്രീക്വൻസി കണ്ടുപിടിക്കാം. എഫ് = n/t ആണ്. n എന്ന് പറയുന്നത് 6ഉം ടി എന്ന് പറയുന്നത് 6ആണ് അല്ലേ. അപ്പോൾ 6/6 = 1 ഹെഡ്സ് ആയിരിക്കും. ഇനി പീരീഡ് ടി എന്ന് പറയുന്നത് 1/f ആണ്. എഫ് എന്ന് പറയുന്നത് 1 ആണ്. 1/1 = 1 സെക്കൻഡ്. ലാംഡ = v/f. വി എന്ന് പറയുന്നത് 3.2 ആണ്. എഫ് എന്ന് പറയുന്നത് 1 ആണ്. ഇതിൻ്റെ ആൻസർ വരുന്നത് 3.2 മീറ്റർ ആണ്. നാലാമത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് ഇവിടെ മനുഷ്യനെ കേൾക്കാൻ കഴിയുന്ന ആ സൗണ്ടിൻ്റെ ഫ്രീക്വൻസി എത്രയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ 5 ഹെഡ്സ് തന്നിട്ടുണ്ട്. 5 ഹെഡ്സ് അല്ല. ബി തന്നിരിക്കുന്നത് 2000 ഹെഡ്സ് ആണ്. 2000 ഹെഡ്സ് ആണ് ഇതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് കേട്ടോ. അപ്പോൾ നമുക്കിനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം.
മനുഷ്യന് കേൾക്കാൻ കഴിയുന്ന ശബ്ദത്തിൻ്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് 20 ഹെഡ്സിനും 20 കിലോ ഹെഡ്സിനും ഇടയിലാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ആൻസർ വരുന്നത് ബി ആണ്. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇവിടെ ഒരു വേവിൻ്റെ ഫ്രീക്വൻസി 2 കിലോ ഹെഡ്സും വേവ് ലെങ്ത്ത് 35 സെൻറ്റിമീറ്റർ തന്നിട്ടുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ വേവ് 0.5 സെക്കൻഡ് കൊണ്ട് എത്ര ദൂരം സഞ്ചരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ ഡിസ്റ്റൻസ് ആണ് കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഫ്രീക്വൻസി എഫ് സിക്കൽ ടു 2 കിലോ ഹെഡ്സ് ആണ്. കിലോ എന്ന് പറഞ്ഞാൽ 1000 ആണ് അല്ലേ. അപ്പോൾ 2000 ഹെഡ്സ് ആണ്. ലാംഡ എന്ന് പറയുന്നത് 35 സെൻറ്റിമീറ്റർ ആണ്. നമുക്ക് മീറ്ററിലുള്ള അളവാണ് വേണ്ടത്. അതുകൊണ്ട് സെൻറ്റിമീറ്റർ നമ്മൾ മീറ്ററിലേക്ക് ആക്കി മാറ്റാണ്. അതായത് 35/100. അപ്പോൾ എന്ത് വരും, നമുക്ക് 0.35 മീറ്റർ ആണ് വരുന്നത്. വി സിക്കൽ ടു എഫ് ലാംഡ. ഇവിടെ എഫ് എന്ന് പറയുന്നത് 2000 ഇൻറ്റു ലാംഡ എന്ന് പറയുന്നത് 0.35. അപ്പോൾ 2000-നെ 0.35 കൊണ്ട് കുടിക്കുമ്പോൾ പോയിന്റ് സ്ഥാനം ഇല്ലാണ്ട് കുടിക്കുമ്പോൾ 70,000 കിട്ടും. അതിനുശേഷം 2 സ്ഥാനത്തേക്ക് പോയിന്റ് ഇടാം. അപ്പോൾ നമ്മുടെ ആൻസർ വരുന്നത് 700 മീറ്റർ പെർ സെക്കൻഡ് ആയിരിക്കും. ടൈം ടി തന്നിരിക്കുന്നത് 0.5 സെക്കൻഡ് ആണ്. ഡി സിക്കൽ ടു വി ഇൻറ്റു ടി, അതാണ് നമ്മുടെ ഇക്വേഷൻ. അപ്പോൾ വി എന്ന് പറയുന്നത് 700 ഇൻറ്റു ടി എന്ന് പറയുന്നത് 0.5. അപ്പോൾ 700-നെ 0.5 കൊണ്ട് കുടിക്കുമ്പോൾ 350 മീറ്റർ ആണ് ഡിസ്റ്റൻസ് കിട്ടുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ ഫ്രീക്വൻസി കാണാനുള്ളതാണ്. ഇവിടെ ഒരു വേവ് 50 ക്രസ്റ്റും 50 ട്രഫും ഉണ്ടാക്കുന്നുണ്ട്. 0.5 സെക്കൻഡ് കൊണ്ട് 50 ക്രസ്റ്റും 50 ട്രഫും ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫ്രീക്വൻസി കണ്ടുപിടിക്കണം നമുക്ക്. നമ്പർ ഓഫ് വേവ്സ് പ്രൊഡ്യൂസ്ഡ് ഇൻ 0.5 സെക്കൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു 50. അതായത് 0.5 സെക്കൻഡ് കൊണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന വേവ്സിൻ്റെ എണ്ണം എന്ന് പറയുന്നത് 50 ആണ്. അതായത് എൻ എന്ന് പറയുന്നത് ഇവിടെ 50 തന്നിട്ടുണ്ട്. ടി എന്ന് പറയുന്നത് 0.5 സെക്കൻഡ് ആണ്. ഫ്രീക്വൻസി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് n/t ആണ് അല്ലേ. അതായത് 50 ക്രസ്റ്റും 50 ട്രഫും എന്ന് പറഞ്ഞു. അപ്പോൾ അത് തന്നെയാണ് എന്ത് നമ്പർ ഓഫ് വേവ്സ് n എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ എഫ് സിക്കൽ ടു n/tയിൽ n എന്ന് പറയുന്നത് 50ഉം ടി എന്ന് പറയുന്നത് 0.5 ആണ് അല്ലേ. ഇവിടെ ഒരു സ്ഥാനം കഴിഞ്ഞ് പോയിന്റ് വന്നിരിക്കുന്നത് കൊണ്ട് 10 കൊണ്ട് ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും നമുക്ക് ഗുണിക്കാം. അതായത് 50 × 10 ഡിവൈഡഡ് ബൈ 0.5 × 10. അപ്പോൾ മുകളിൽ 500ഉം താഴെ 5ഉം വരും. 500-നെ 5 കൊണ്ട് ഹരിക്കുമ്പോൾ 100 ഹെർട്സ് ആണ് ഇവിടെ ഫ്രീക്വൻസി ആയിട്ട് വരുന്നത്. ഏഴാമത്തെ ക്വസ്റ്റ്യനിൽ 2 വേവുകൾ തന്നിട്ടുണ്ട്. ഈ 2 വേവിലും ഡിഫറൻ്റ് ആയിട്ടുള്ളത് ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത്. ഫ്രീക്വൻസി ആണോ, ആംപ്ലിറ്റ്യൂഡ് ആണോ, വേവ് ലെങ്ത് ആണോ, ഏതാണ് ഇതിൽ ഡിഫറൻ്റ് ആയി വന്നിരിക്കുന്നത്. അപ്പോൾ തന്നിരിക്കുന്ന പിക്ചറിൽ നമുക്ക് ആദ്യം പീരീഡ് നോക്കാം. അതായത് 0-ൽ നിന്നും 4 വരെയാണ് ഒരു വേവ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ അത് തന്നെയാണ് അതിൻ്റെ പീരീഡ് എന്ന് പറയുന്നത്. അപ്പോൾ 2 പിക്ചറിലും പീരീഡ് എന്ന് പറയുന്നത് സെയിം തന്നെയാണ്, 4 തന്നെയാണ് വരുന്നത്. അപ്പോൾ പീരീഡ് അല്ല. ഇനി നമുക്ക് അടുത്ത് നോക്കാനുള്ളത് ഫ്രീക്വൻസിയാണ് അല്ലേ. ഫ്രീക്വൻസി കാണാൻ n/t ആണ് കാണേണ്ടത്. ആദ്യത്തേൽ n എന്ന് പറയുന്നത് 3 ആണ്, രണ്ടാമത്തേൽ 3 ആണ്. ടി എന്ന് പറയുന്നത് 12 ആണ്, രണ്ടാമത്തേൻ്റെയും 12 തന്നെയാണ് അല്ലേ. അപ്പോൾ n/t എന്ന് പറയുമ്പോൾ 3/12 ആണ് അല്ലേ. 1/4 ആണ് രണ്ടിൻ്റെയും ഫ്രീക്വൻസി വരുന്നത്. ഇനി നമുക്ക് നോക്കാനുള്ളത് ആംപ്ലിറ്റ്യൂഡാണ്. ആംപ്ലിറ്റ്യൂഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വേവിൻ്റെ ഇക്വിലിബ്രിയം പൊസിഷനിൽ നിന്നും ഏറ്റവും കൂടുതൽ ഡിസ്റ്റൻസ് ആണ് ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യത്തേതിൻ്റെ 0.05 ആണ് അല്ലേ. രണ്ടാമത്തേൻ്റെ 0.03 ആണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ആംപ്ലിറ്റ്യൂഡാണ്. ഇത് രണ്ടിൻ്റെയും ഡിഫറൻ്റ് ആയിട്ട് വരുന്നത്. എട്ടാമത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് ഒരു ട്രാൻസ്വേഴ്സ് വേവിൻ്റെ അടുത്തടുത്ത ട്രഫുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 2 മീറ്റർ ആണ്. അതിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത് 20 മീറ്റർ പെർ സെക്കൻഡ് ആണെന്നുണ്ടെങ്കിൽ ഫ്രീക്വൻസി കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. ട്രാൻസ്വേഴ്സ് വേവിൻ്റെ അഡ്ജസൻറ്റ് ട്രഫുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് അതിൻ്റെ വേവ് ലെങ്ത് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ വേവ് ലെങ്ത് ആണ് ലാംഡ എന്ന് പറയുന്നതാണ് 2 മീറ്റർ. ഇവിടെ വി തന്നിട്ടുണ്ട് 20 മീറ്റർ പെർ സെക്കൻഡ്. എഫ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. എഫ് കാണാനുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എഫ് സിക്കൽ ടു വി ബൈ ലാംഡയാണ്. വി എന്ന് പറഞ്ഞാൽ 20, ലാംഡ എന്ന് പറഞ്ഞാൽ 2. അപ്പോൾ 20/2 10 ആണ് നമ്മുടെ ഫ്രീക്വൻസി വരുന്നത്. 9ാമത്തെ ക്വസ്റ്റ്യൻ വെൻ സൗണ്ട് പാസസ് ത്രൂ എ മീഡിയം ഡാഷ് ട്രാവൽസ്. ഒരു ശബ്ദം ഒരു മീഡിയത്തിലൂടെ ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ എന്താണ് അവിടെ ട്രാവൽ ചെയ്യുന്നതെന്ന്. എന്തായിരിക്കും അവിടെ ട്രാവൽ ചെയ്യുന്നത്? വേവ് ആയിരിക്കും ട്രാവൽ ചെയ്യുന്നത് അല്ലേ. പാർട്ടിക്കിൾസ് ഇൻ ദ മീഡിയ ആണോ ട്രാവൽ ചെയ്യുന്നത്? അല്ല. സോഴ്സ് ഓഫ് സൗണ്ട് ആണോ? അല്ല. ദ മീഡിയ ആണോ? അല്ല. ദ വേവ് ആണ് അവിടെ ട്രാവൽ ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഒരു മേശപ്പുറത്ത് ഉറപ്പിച്ച് നിർത്തിയിട്ടുള്ള ഒരു ട്യൂണിംഗ് ഫോർക്കിൻ്റെ പ്രോങ്സിൻ്റെ സമീപത്തായിട്ട് ട്യൂണിംഗ് ഫോർക്കിനത്തെ സ്പർശിച്ചിട്ട് 2 പിത്ത് ബോളുകൾ തൂക്കിയിട്ടിട്ടുണ്ടെന്ന്. അതിൻ്റെ അടുത്ത് തന്നെ ഇരുന്നിട്ട് ഒരാൾ പിയാനോ വായിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, ഈ ഒരു സിറ്റുവേഷനിൽ പിത്ത് ബോളുകൾ ചെറുതായി അനങ്ങുന്നു, കാരണം എന്തായിരിക്കും? ഫോഴ്സ്ഡ് വൈബ്രേഷൻ ആണോ, എക്കോ ആണോ ഇതിന് കാരണമാണ് ചോദിച്ചിരിക്കുന്നത്. ഏതായിരിക്കും വരുന്നത്? ഫോഴ്സ്ഡ് വൈബ്രേഷൻ ആണ് അല്ലേ. അതായത് പിയാനോ വായിക്കുന്ന സമയത്ത് അതിൻ്റെ ആ ഒരു വൈബ്രേഷൻ കൊണ്ട് പിത്ത് ബോളുകൾ ചലിക്കുകയാണ് അല്ലേ. അപ്പോൾ ഒന്നിൻ്റെ പ്രേരണ കൊണ്ട് മറ്റൊന്ന് ചലിക്കുമ്പോൾ അതിനെ പറയുന്നതാണ് ഫോഴ്സ്ഡ് വൈബ്രേഷൻ. അടുത്ത സിറ്റുവേഷൻ പറഞ്ഞിരിക്കുന്നത് പിയാനോയിൽ ചില പ്രത്യേക നോട്ടുകളൊക്കെ വായിക്കുന്ന സമയത്ത് പിത്ത് ബോളുകൾ മാക്സിമം ഡിസ്റ്റൻസിൽ ഇങ്ങനെ തെറിക്കുകയാണ്. ഈ ഒരു ഫിനോമിനയ്ക്ക് കാരണം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിൽ കൊടുത്തിട്ടുള്ളത് റീവർബറേഷനും റെസൊണൻസ് ആണ്. ഇതിൻ്റെ ആൻസർ വരുന്നത് ഏതായിരിക്കും? റെസൊണൻസ് ആണ് വരുന്നത് അല്ലേ.
റെസൊണൻസ് എന്താണെന്ന് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു, അതുകൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അപ്പോൾ ഇതോടുകൂടി ഈ ഒരു ചാപ്റ്റർ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് കൂടി ഒന്ന് ഷെയർ ചെയ്യുക. കൂടുതൽ വീഡിയോസിന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.